ഏറെ വിവാദമായ കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ അധ്യാപകനും ബി.ജെ.പി. നേതാവുമായ കുനിയിൽ പത്മരാജൻ കുറ്റക്കാരൻ. തലശ്ശേരി പോക്സോ കോടതിയുടേതാണ് വിധി. ബലാത്സംഗവും പോക്സോ വകുപ്പും കോടതിയിൽ തെളിയിക്കപ്പെട്ടു. ശിശുദിനത്തിലാണ് വിധി എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കി. 2020 മാർച്ച് 16-നാണ് തലശ്ശേരി ഡിവൈഎസ്പിക്ക് പീഡന പരാതി ലഭിക്കുന്നത്. സ്കൂളിലെ ശുചിമുറിയിലും മറ്റൊരു വീട്ടിൽ വച്ചും അധ്യാപകനായ കെ പത്മരാജൻ തന്നെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നാണ് 10 വയസ്സുകാരി മൊഴി നൽകിയിരുന്നത്. 5 അന്വേഷണ സംഘങ്ങൾ മാറിവന്ന കേസ് വൻ വിവാദവും കോളിളക്കങ്ങളും സൃഷ്ടിച്ചിരുന്നു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ ഒടുവിൽ തളിപ്രമ്പ് ഡിവൈഎസ്പി ആയിരുന്ന ടി.കെ. രത്നകുമാർ ആയിരുന്നു അവസാന അന്വേഷണ ഉദ്യോഗസ്ഥൻ. ക്രൈംബ്രാഞ്ച് നൽകിയ ആദ്യ കുറ്റപത്രത്തിൽ ചേർക്കാതിരുന്ന പോക്സോ വകുപ്പ് അന്തിമ കുറ്റപത്രത്തിൽ ചേർത്തത് ടി.കെ. രത്നകുമാർ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു. തലശ്ശേരി പോക്സോ അതിവേഗ കോടതിയിൽ ബലാത്സംഗവും പോക്സോ വകുപ്പും തെളിയിക്കപ്പെട്ട അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരൻ ആണെന്ന് കണ്ടെത്തിയത്. ശിക്ഷ നാളെ വിധിക്കും. പരമാവധി ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി.